എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഇനി ഞാനൊരു അടിപൊളി ബോട്ടിലായിട്ടോട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ട്സും ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അത് കമൻറ്റിലൂടെ ചോദിക്കാം, ഇൻസ്റ്റയിലൂടെ ചോദിക്കാം, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെയും ചോദിക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ചോദിക്കണതാണ് ചെയ്ത ക്രാഫ്റ്റുകളുടെ ഫോട്ടോസ് എങ്ങോട്ട് അയക്കണമെന്ന്. അത് നമുക്ക് ഇൻസ്റ്റയിലൂടെ അയക്കാം, ഫേസ്ബുക്ക് പേജിലൂടെ അയക്കാം. അല്ലെങ്കിൽ അത് രണ്ടും ഇല്ലാത്തവരാണെങ്കിൽ എൻ്റെ മെയിൽ ഐ ഡി ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ തരാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് അയച്ചു തരാം. പിന്നെ ഒരുപാട് പേര് നമുക്ക് റിക്വസ്റ്റ് ചോദിച്ചൊരു വീഡിയോ ആണ് മെറ്റീരിയൽ വീഡിയോ. നെക്സ്റ്റ് ട്യൂസ്ഡേ എൻ്റെ ആ വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഒരുപാട് പേര് നമ്മൾ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ വീഡിയോയിലൊന്നും എനിക്ക് പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ എന്തായാലും ഹായ് പറയുന്നതായിരിക്കും. അതും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ ഞാനിവിടെ കുപ്പി എടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളർ കൊടുത്തിട്ട് കുപ്പി ഇവിടെ നന്നായിട്ട് ഉണക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അത് സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യാം. ഇപ്പം എന്നിട്ട് വേണ്ടത് മത്തങ്ങയുടെ കുരു. എനിക്കൊന്നും വീട്ടിൽ ഒരു മത്തങ്ങയെങ്കിലും മേടിക്കാതിരിക്കുമെന്ന് തോന്നില്ല. അപ്പോൾ ആ കുരു എടുത്ത് മാറ്റി വെക്കുക. പിന്നെ വേണ്ടത് ഒരു പ്ലാസ്റ്റിക് കവർ. എന്തെങ്കിലും ഫുഡ് പാക്കറ്റ് വരുമ്പോൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് കഴുകി വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇതിപ്പോൾ സാധാരണ എനിക്ക് കഴുകേണ്ട വന്നില്ല. അപ്പോൾ നല്ലൊരു പ്ലാസ്റ്റിക് കവറാണ്. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്, ചെറിയ പീസ്. ഇനി വേണ്ടത് ഈ മത്തങ്ങയുടെ കുരു നമുക്കൊന്ന് ഫ്ലവർ ആക്കി എടുക്കണം. വളരെ ഈസി പരിപാടി കേട്ടോ അത്. അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ കട്ടിയുള്ള ഒരു പേപ്പർ, കട്ടിയെന്ന് വെച്ചാൽ സാധാരണ പേപ്പർ, ന്യൂസ് പേപ്പർ ഒന്നും എടുക്കരുത്. കുറച്ചൊന്ന് ബുക്കിൻ്റെ പേപ്പർ എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കുറച്ച് കട്ടിയുള്ള പേപ്പർ, അത് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുക. എന്നിട്ട് ആ റൗണ്ട് ഷേപ്പിലോട്ട് നമുക്ക് ഈ ഗ്ലൂ ഗൺ വെച്ചിട്ട് മത്തങ്ങയുടെ കുരു ഒന്ന് ഒട്ടിച്ചെടുക്കണം ആദ്യം. അതാണ് ഫ്ലവർ ഉണ്ടാക്കുക എന്നുള്ള ആദ്യത്തെ പരിപാടി. അപ്പോൾ ഞാൻ ഗ്ലൂ ഗൺ ആദ്യം ഒന്ന് കൊടുക്കണം. ഗ്ലൂ ഗൺ കൊടുത്ത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും, നന്നായിട്ട് ഒട്ടിയിരിക്കും. ഇല്ലെങ്കിൽ ഫെവിബോണ്ട് അങ്ങനത്തെ എന്തെങ്കിലും നല്ല ഗ്ലൂ വെച്ചിട്ട് തന്നെ ഒട്ടിക്കേണ്ടി വരും. അല്ലെങ്കിൽ പെട്ടെന്ന് ഫെവിക്കോൾ ചെയ്യാവുന്ന ഒരു കുഴപ്പമെന്ന് വെച്ചാൽ കുറച്ച് നേരം എടുക്കും ഫെവിക്കോൾ ചെയ്തെടുക്കാൻ. ഒന്ന് ഒട്ടി വരാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് ഗ്ലൂ ഗൺ യൂസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ ഓരോ ഇതളും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഓരോ കുരു നമ്മൾ ഓരോ പെറ്റൽസായിട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ടിപ്പോൾ ആദ്യത്തേത് കഴിഞ്ഞു, ആദ്യത്തെ ഒരു ലെയർ കഴിഞ്ഞു. ഇനി അടുത്ത ലെയർ ചെയ്യണം. അടുത്ത ലെയറിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. അതിങ്ങനെ കുറച്ചൊന്ന് പൊക്കി വെക്കണം, എന്നാലേ കാണാൻ കുറച്ച് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ഒരു ലെയറും കൂടെ ചെയ്യാൻ പോകണം. അത് നന്നായിട്ട് പൊക്കി എടുത്ത് വെക്കണം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടോ, ഇതുപോലെ കാണുമ്പോൾ അറിയാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പൊക്കി വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. അത് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ഫ്ലവർ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എന്താ ചെയ്യാൻ പോണേ? ഇനി നമുക്കൊന്ന് കളർ ചെയ്യണം. അപ്പോൾ കൂടുതൽ ഭംഗി വരും. നമ്മൾ ഓറഞ്ച് കളറിൽ പെയിൻറ്റ് കൊടുക്കാൻ പോകണം. ഇപ്പോൾ ഒരുപാട് കളേഴ്സ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കളേഴ്സാണ് ഓരോന്നിനും ഞാൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓറഞ്ച് പെയിൻറ്റ് കൊടുക്കാം. അക്രിലിക് കളേഴ്സാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഓരോ കളേഴ്സ് കൊടുത്തു. ബ്ലൂ, വയലറ്റ്, ഗ്രീൻ, യെല്ലോ, റെഡ്, പിങ്ക്, ബ്രൗൺ, ഓറഞ്ച്. നല്ല ഭംഗിയില്ല, ഇപ്പം തന്നെ കാണാൻ എന്താ ഭംഗി. അപ്പോൾ അത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് കുപ്പി ഒന്ന് കുറച്ചും കൂടെ ഭംഗിയാക്കണം. ഈ ബ്ലാക്ക് കളറിന് ഒരു ഗോൾഡൻ ഷെയ്ഡ് കൊടുക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ കവർ എടുത്തിരിക്കുന്നത്. ഈ ചെറിയൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ചുരുട്ടിയിട്ട് കുറച്ച് ഭാഗം ചുരുട്ടി പിടിക്കുക. കണ്ടത് ഇതുപോലെ ഒന്ന് ചുരുട്ടി പിടിക്കാം. എന്നിട്ട് ഗോൾഡൻ കളറിലോട്ട് നമുക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. ഒരുപാട് പെയിൻറ്റ് വേണ്ട കേട്ടോ, ജസ്റ്റ് കുറച്ച് പെയിൻറ്റ് എടുത്താൽ മതിയാവും. കുറച്ച് പെയിൻറ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് ആ ഒരു പേപ്പറിൽ എന്തെങ്കിലും ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം മാത്രം കുപ്പിയിലോട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണേ. അപ്പോൾ നമ്മുടെ കവർ കൊണ്ടുള്ള ആ പരിപാടി കഴിഞ്ഞു. അത് മാർബിൾ പെയിൻറ്റിംഗ് എന്നൊക്കെ പറയും നമ്മൾ. അപ്പോൾ ആ പരിപാടി ഞാൻ ബ്ലാക്കിൽ ഗോൾഡ് കൊടുക്കുമ്പോൾ പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഒരു ആൻറ്റിക് ലുക്കൊക്കെ വന്നു. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ തന്നെ നല്ല ഭംഗിയാണ്. ഇങ്ങനെ വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കാം. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി കുറച്ച് പരിപാടികളില്ലേ, അതൊന്ന് ചെയ്യാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഓരോ ഫ്ലവറും നമ്മൾ ഇതിൽ വെച്ച് കൊടുക്കാൻ പോവാണ്. കണ്ടോ, ഇതുപോലെ ഓരോ ഫ്ലവേഴ്സും വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഓരോ ഫ്ലവേഴ്സും ഞാൻ വെച്ച് കഴിഞ്ഞു. ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ, കുറച്ച് പരിപാടിയും കൂടി ഉണ്ടേ. അപ്പോൾ ഇനി നമുക്ക് വേണ്ട ഗോൾഡൻ ഒരു ഫിനിഷിങ് കൊടുക്കാം ഫ്ലവേഴ്സിന്. അപ്പോൾ ഇതുപോലെ ഗോൾഡൻ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. കണ്ടോ,
ഇതുപോലെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഒരു ആൻറ്റിക് ലുക്കൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. വീട്ടിലുള്ള സാധനം വെച്ച് തന്നെ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളല്ലേ ചെയ്യാൻ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള ഈ ബോട്ടിൽ എല്ലാവരും ചെയ്ത് നോക്കണം. ഇതുപോലെ എല്ലാവരും ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരണം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അടുത്ത നെക്സ്റ്റ് ട്യൂസ്ഡേ എൻ്റെ മെറ്റീരിയൽ വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവരും കാണുക. അപ്പം ടാറ്റാ.